നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് കൊല്ലവർഷം 1200 ആണ്ട് ചിങ്ങമാസം മുതൽ ഒരു വർഷത്തേക്കുള്ള ചിത്തിര നക്ഷത്രത്തിന്റെ ഫലങ്ങളാണ്. 1200 ആണ്ട് ചിങ്ങമാസം തുടങ്ങുന്നത് 2024 ഓഗസ്റ്റ് പകുതി മുതലാണ്. ചിങ്ങമാസത്തിലേക്ക് കടക്കുമ്പോൾ ചില അമൂല്യമായിട്ടുള്ള വസ്തുക്കളൊക്കെ നിങ്ങളുടെ അധീനതയിൽ വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. സുഖഭോഗങ്ങൾക്കായിട്ട് നിങ്ങൾ ഒരുപാട് പണം ചിലവഴിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ദമ്പതികൾ തമ്മിലുള്ള കലഹമൊക്കെ മാറി ഒന്നു ചേരാനുള്ള ഒരു സമയമാണ്. സഹോദരങ്ങളുമായിട്ട് ചേർന്ന് ബിസിനസ് നടത്തുവാൻ ആലോചിക്കുന്ന ഒരു ഘട്ടമാണ്. സന്താനങ്ങളുടെ വിജയത്തിനായി പ്രയത്നങ്ങൾ നിങ്ങൾ തുടങ്ങുന്നതാണ്. തേയില, കാപ്പി എന്നീ കൃഷികളുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് നല്ല ഒരു സമയമാണ്. 3, 4, 5, 6, 12, 17, 19, 22, 24, 25 തീയതികൾ വളരെ മേന്മയേറിയതാണ്. ഈ തീയതികൾ പറഞ്ഞിരിക്കുന്നത് മലയാളം കലണ്ടറിനെ അടിസ്ഥാനമാക്കിയാണ്. കന്നിമാസത്തിലേക്ക് വരുമ്പോൾ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവാർഡും മറ്റും ലഭിക്കുന്ന ഒരു സമയമാണ്. തന്റെ ഉയർച്ചയിലൊക്കെ സ്വയം അഭിമാനം കൊള്ളുന്ന ഒരു സമയമാണ്. വ്യാപാര വ്യവസായങ്ങളൊക്കെ നടത്തുന്നവർക്ക് കിട്ടാതെ കിടന്ന പണം തിരികെ ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. മരുന്ന് സംബന്ധമായിട്ടുള്ള ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും ബിസിനസ് നടത്തുന്നവർക്കുമൊക്കെ നല്ല ഒരു സമയമാണ്. കന്നിമാസത്തില് മാസ ആദ്യത്തേക്കാള് അവസാനമാണ് നിങ്ങൾക്ക് കൂടുതൽ ഗുണമുണ്ടാകുന്നത്. 18, 21, 23, 24, 27, 28, 29 തീയതികൾ വളരെ ശോഭനമാണ്. തുലാം മാസത്തിലേക്ക് വരുമ്പോൾ വീട്ടില് എല്ലാവിധ സുഖ സൗകര്യങ്ങളും ഉണ്ടാക്കുവാനായിട്ട് നിങ്ങൾ പണം ചെലവഴിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പുതിയ കച്ചവടം തുടങ്ങിയോ ഉള്ളത് അഭിവൃദ്ധിപ്പെടുത്തുന്നതോ ഒക്കെ ആയിട്ട് കാണുന്നുണ്ട്. രാഷ്ട്രീയക്കാരൊക്കെ കളം മാറി ചവിട്ടുന്ന ഒരു സമയമാണ്. ചില വിലപിടിപ്പുള്ള വസ്തുക്കൾ കൈമോശം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. സ്ത്രീജനങ്ങൾക്കൊക്കെ വളരെ നല്ലൊരു സമയമാണിത്. പുതിയ ബിസിനസ് ആശയങ്ങളൊക്കെ ഇവരുടെ മനസ്സിലേക്ക് വരികയും സ്വയം തൊഴിലിലേക്ക് ഇറങ്ങി പുറപ്പെടുകയും ഒക്കെ ചെയ്യുന്നൊരു സമയമാണ്. 3, 4, 5, 11, 12, 15, 17, 21, 23 തീയതികൾ വളരെ ശോഭനകരമാണ്. വൃശ്ചിക മാസത്തിലേക്ക് വരുമ്പോൾ കൂട്ടുകുടുംബമായിട്ട് താമസിച്ചിരുന്നവരൊക്കെ മാറി സ്വന്തമായിട്ട് വീട് വെച്ച് മാറുന്ന ഒരു സമയമാണ്. ഗൃഹപ്രവേശമൊക്കെ കാണുന്നുണ്ട്. മംഗളകർമ്മങ്ങളൊക്കെ വീട്ടിൽ കാണുന്നുണ്ട്. കൂടാതെ വിവാഹമൊക്കെ താമസിച്ച് നിന്നവരുടെ വിവാഹമൊക്കെ നടക്കുന്നതിനുള്ള ഒരു സമയമാണിത്. വിദ്യാർത്ഥികൾക്കൊക്കെ നല്ലൊരു സമയമാണ്. സ്കോളർഷിപ്പോടുകൂടി വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ നടക്കുന്ന ഒരു സമയമാണ്. കൂടാതെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ പുറപ്പെടാൻ പറ്റുന്ന ഒരു മാസമാണിത്. എന്തുകൊണ്ടും വൃശ്ചിക മാസം നിങ്ങൾക്ക് വളരെ നല്ലൊരു മാസമാണ്. ധനപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും എല്ലാം നല്ലൊരു സമയമാണ്. 1, 2, 4, 6, 8, 12, 14, 16, 17, 19, 21, 23, 25, 26 തീയതികൾ വളരെ നല്ല ദിവസങ്ങളാണ്. ഈ ദിവസങ്ങളിൽ പ്രത്യേകമായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് ഈ ദിവസങ്ങളിൽ ചെയ്യുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. ധനുമാസത്തിലേക്കൊക്കെ വരുമ്പോൾ വിവാഹ കാര്യങ്ങളൊക്കെ തീരുമാനമാവുന്നുണ്ട്. ഭവനം മോടി പിടിപ്പിക്കാൻ വേണ്ടി പണം ചിലവഴിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഭൂമിയോ മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളോ അധീനതയിൽ വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ ധനുമാസത്തിന്റെ അവസാനം സ്വല്പം ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപകീർത്തിക്ക് സാധ്യതയുണ്ട്. ചെറിയ പോലീസ് കേസൊക്കെ ആവാൻ വരെ കാരണമാകുന്ന ഒരു അപകീർത്തിയിലേക്ക് പോകുന്നുണ്ട്. 2, 3, 5, 6, 11, 12, 15, 16, 19 തീയതികൾ വളരെ ശ്രേഷ്ഠമാണ്. മകരമാസത്തിലേക്ക് എത്തുമ്പോൾ ഉദ്യോഗസ്ഥർക്കൊക്കെ പ്രമോഷനോടുകൂടിയുള്ള സ്ഥലം മാറ്റം ആണ് കാണുന്നത്. ഫാക്ടറി തൊഴിലാളികൾക്കൊക്കെ മേന്മയുണ്ടാവുന്നതാണ്. കർഷകർക്ക് ആദായം ഉണ്ടാവുന്നുണ്ട്. കലാകാരന്മാർക്ക് ധനലാഭവും പ്രശസ്തിയും ഉണ്ടാവുന്നുണ്ട്. ഗ്രഹാന്തരീക്ഷമൊക്കെ സുഖകരമായിരിക്കും. ഒരുപാട് മംഗളകർമ്മങ്ങളിൽ നിങ്ങൾ പങ്കെടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. യാത്രകളൊക്കെ വേണ്ടി വരുന്നതായിട്ട് കാണുന്നുണ്ട്. എല്ലാം ശുഭകരമായിട്ട് സംഭവിക്കുന്ന ഒരു മാസമാണ് മകരമാസം. 11, 12, 13, 15, 18, 19, 20 തീയതികൾ വളരെ ശ്രേഷ്ഠമാണ്. കുംഭമാസത്തിലേക്ക് വരുമ്പോൾ മറ്റുള്ളവരുടെ ആദരവിനൊക്കെ നിങ്ങൾ പാത്രമാവും. ബന്ധുക്കൾ മുഖേന സാമ്പത്തിക നേട്ടമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. ഗുരുജനങ്ങളുടെ അഭിപ്രായത്തെ വകവയ്ക്കാതെ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ചെറിയ തടസ്സം നേരിടാനുള്ള സാധ്യത കാണുന്നുണ്ട്. പരസ്യങ്ങൾ മുഖേനയൊക്കെ നിങ്ങൾക്ക് വരുമാനം ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്.
ലോട്ടറി അതുപോലുള്ള സമ്മാന പദ്ധതികൾ ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പ്രേമകാര്യങ്ങളിലൊക്കെ ഉദ്ദേശിച്ച ഫലം ലഭിക്കുന്നുണ്ട്. 1, 2, 4, 5, 7, 8, 9, 11, 13, 15, 17, 21, 23 തീയതികൾ വളരെ ശുഭകരമാണ്. മീനമാസത്തിലേക്ക് വരുമ്പോൾ ശാരീരികമായിട്ട് സ്വല്പം ക്ഷീണം സംഭവിക്കുന്ന ഒരു സമയമാണ്. സന്താന ജന്മം കൊണ്ട് ഭവനം അനുഗ്രഹീതമാകുന്ന ഒരു സമയമാണ്. ദൂരയാത്രയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുന്നതാണ്. മത്സര പരീക്ഷകളിലൊക്കെ വിജയം കൈവരിക്കുന്ന ഒരു സമയമാണ്. ജോലിയിൽ സ്വല്പം മാറ്റമൊക്കെ വരുന്ന ഒരു സമയമാണ്. വ്യവഹാരങ്ങളൊക്കെ മീനമാസത്തിൽ ചെയ്യുമ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. ആരോഗ്യപരമായിട്ട് നോക്കുമ്പോൾ മീനമാസം അത്ര അനുകൂലമല്ല. ആരോഗ്യം ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. ദൈവാധീനമൊക്കെ കൂട്ടേണ്ട ഒരു സമയമാണ്. പ്രാർത്ഥന കൈവടിയാതെ മുൻപോട്ട് പോവുക. 7, 8, 12, 15, 21, 22, 23 തീയതികൾ വളരെ നല്ലതാണ്. മേടമാസത്തിലേക്ക് വരുമ്പോൾ സ്വത്തൊക്കെ ഭാഗിച്ച് കിട്ടാനുള്ള സാധ്യതയുണ്ട്. മേലധികാരികളിൽ നിന്ന് ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. ഉദ്യോഗക്കയറ്റം, സ്ഥലം മാറ്റം എന്നിവയൊക്കെ ലഭിക്കുന്നുണ്ട്. ഭൂമിയിൽ നിന്ന് ആദായം വർദ്ധിക്കുന്ന ഒരു സമയമാണ്. വിദൂര ദേശത്ത് താമസിക്കുന്നവരൊക്കെ സ്വന്തം സ്വദേശത്തേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. 5, 10, 11, 12, 15 തീയതികൾ അത്ര മെച്ചമല്ല. ഈ തീയതികൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഇടവമാസത്തിലേക്ക് വരുമ്പോൾ പുതിയ വാഹനങ്ങൾ വാങ്ങുന്നതായിട്ട് കാണുന്നുണ്ട്. കൂടുതൽ വരുമാന സ്രോതസ്സുകൾ നിങ്ങൾക്ക് തുറന്നു കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. മനസ്സിനൊക്കെ ഉന്മേഷം കൈവരുന്ന ഒരു സമയമാണ്. ശരീരത്തിനുണ്ടായിരുന്ന അസ്വസ്ഥതകളൊക്കെ മാറുന്ന ഒരു സമയമാണ്. രക്തസമ്മർദ്ദം ഉണ്ടായിരുന്ന രോഗികൾക്കൊക്കെ രോഗം ശമിക്കുന്നതാണ്. കടബാധ്യതകൾ ഉണ്ടായിരുന്നതെല്ലാം നിങ്ങൾ തീർക്കുന്നതായിട്ട് കാണുന്നുണ്ട്. 1, 3, 6, 9, 12, 14, 16, 18, 19 തീയതികൾ വളരെ ശോഭനമാണ്. മിഥുനമാസത്തിലേക്ക് വരുമ്പോൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ജാഗ്രത പാലിച്ചു മാത്രമേ ചെയ്യാവുള്ളൂ. വാക്കുകൾ തെറ്റിദ്ധരിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. സ്ത്രീകൾ പുരുഷന്മാരുമായിട്ടും പുരുഷന്മാർ സ്ത്രീകളുമായിട്ടും ഇടപെടുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപകീർത്തിക്കുള്ള ഒരു സാധ്യത ഇവിടെയും കാണുന്നുണ്ട്. ഒരു ശത്രു നിങ്ങൾക്ക് മറഞ്ഞിരിക്കുന്നതായിട്ട് കാണുന്നു. പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ ഇത് ആര് ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ഇതിൽ നിന്നൊക്കെ ഒഴിവായി പോകുവാനായിട്ട് പ്രാർത്ഥന വളരെ നല്ലതാണ്. ഈശ്വരാധീനം കൂട്ടേണ്ട ഒരു സമയമാണിത്. വ്യവസായങ്ങളിൽ നിന്ന് ആദായം ലഭിക്കുന്ന ഒരു സമയമാണ്. ദൈവീക ചിന്തയൊക്കെ കൂടുന്ന ഒരു സമയമാണ്. ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗമുള്ളവർക്കൊക്കെ അത് കുറച്ച് ശമിക്കുന്ന ഒരു സമയമാണ്. 1, 3, 10, 12 തീയതികൾ വളരെ ശോഭനമാണ്. കർക്കിടക മാസത്തിലേക്ക് വരുമ്പോൾ കുടുംബത്തില് എല്ലാവിധത്തിലുള്ള സുഖവും ഉണ്ടാവും. തെറ്റിദ്ധാരണകളൊക്കെ മാറി നിങ്ങളുടെ നിരപരാധിത്വം പുറത്തു വരുന്ന ഒരു സമയമാണ്. ഉന്നത വിദ്യാഭ്യാസത്തിലൊക്കെ പുരോഗതി ഉണ്ടാകും. ഇടനിലക്കാരായിട്ടൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വളരെ നല്ലൊരു സമയമാണ്. കൂടാതെ ഷെയർ മാർക്കറ്റിങ്ങിലൊക്കെ പണം ഈ സമയത്ത് നിക്ഷേപിക്കുകയാണെങ്കിൽ കൂടുതൽ വരുമാനം ലഭിക്കാനുള്ള സാധ്യത ഉണ്ട്. ലോട്ടറി ഭാഗ്യവും ഈ കർക്കിടക മാസത്തിൽ കാണുന്നുണ്ട്. 1, 3, 4, 6, 9, 10, 11, 14, 17, 19, 20, 22, 24, 25 തീയതികൾ വളരെ ശുഭകരമാണ്. ചിത്തിര നക്ഷത്രത്തിന് അവിട്ടവും മകയിരവും വേദമാണ്. നിങ്ങളുടെ ദോഷങ്ങളെല്ലാം മാറുന്നതിന് ശാസ്താഭജനവും വിഷ്ണുഭജനവും ആവശ്യമാണ്. ഇത്രയുമാണ് 1200 ആണ്ട് ചിത്തിര നക്ഷത്രത്തിന്റെ വർഷഫലം. ഇനിയും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.